ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജൂൺ 23. കുറേ നല്ല നിമിഷങ്ങൾ ഉണ്ടായ ഒരു ദിവസമാണ് കേട്ടോ. ഡിംപിളും ഡോൺ ചേട്ടനും ഒരു 9 വർഷത്തിന് ശേഷം ആത്മയുടെ മീറ്റിങ്ങിന് പോകുന്നൊരു ദിവസമാണ്. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസും ആണ് കേട്ടോ. പലരെയും ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പോണത് കേട്ടോ. ഈ ഒരു പോക്ക് വേണോ വേണ്ടയോ എന്ന് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അപ്പം ഞാൻ ഡിംപിളിനോട് പറഞ്ഞു, പോവാണ്ടിരിക്കേണ്ട കാര്യമില്ല ഡിംപിളെ, നമ്മളങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്തായാലും പോകണം. പക്ഷെ ഡോൺ ചേട്ടൻ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഞാനും ഡിംപിളും കൂടെ ഊബറിനോ ട്രെയിനിനോ പോയിട്ട് വരാമെന്നായിരുന്നു. അപ്പോഴാണ് ഡോൺ ചേട്ടൻ്റെ ഒരു സർപ്രൈസ് എൻട്രി വരുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഡോൺ ചേട്ടൻ്റെ ആ കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അൽഫോൺസാമ്മയുടെ മീറ്റപ്പ് വന്നപ്പോൾ പോലും ഡോൺ ചേട്ടൻ പറഞ്ഞു ഞാനില്ല. പല റീസൺസും കാരണം ഡോൺ ചേട്ടൻ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഈ ഒരു പരിപാടിക്ക് നിങ്ങൾക്കറിയാലോ, സീരിയൽ ലോകം മൊത്തമുള്ള ഒരു പരിപാടിയാണ്. പലരെയും മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് പോയത്. അപ്പം ഡോൺ ചേട്ടൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി എനിക്കതൊരു ഷോക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു. കാരണം ഇതുവരെ കാണാത്തൊരു കോൺഫിഡൻസ് ഞാൻ ആ മുഖത്ത് കണ്ടു. പിന്നെ ഞാനായിട്ട് ആ കോൺഫിഡൻസ് കളയാൻ നിന്നില്ല. വന്നോട്ടെ, കാണട്ടെ, എല്ലാവരെയും മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ. എന്തായിരിക്കും ആൾക്കാരുടെ റിയാക്ഷൻ, ഇതൊന്നും നമുക്കറിയില്ല. നമ്മളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമോ അതോ നമ്മളെ കണ്ടാൽ തിരിഞ്ഞു നടക്കുമോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു കേട്ടോ. ഞാനല്ല, അവർ രണ്ടുപേര്. കാരണം നമ്മുടെ ലൈഫിലുണ്ടായ കുറേ ഇൻസിഡൻസ് ആണത്. നമ്മളെ പലരും ഫോണിൽ കൂടെ വിളിച്ച് സപ്പോർട്ട് ചെയ്യലും പകുതി മുക്കാൽ പേരെ ഇവർ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടായിരുന്നില്ല ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം. അതുകൊണ്ട് തന്നെ ഒരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോയി നോക്കാം, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളിതിന് പോകുന്നത്. പോകുമ്പോഴും ഞങ്ങൾ അവിടെ എത്ര വരെ ഇങ്ങനെ ഡിസ്കഷൻസാണ്, എന്താവും, ആരൊക്കെ വരും. കാരണം എല്ലാവരെയും നമ്മൾ കാണും, കേൾക്കും, സംസാരിക്കും. അപ്പം നമ്മളുടെ കൂടെ ചാരു വരുന്നുണ്ട്. നമ്മുടെ ചാരുലത അറിയായിരിക്കുമല്ലോ, നമ്മുടെ ചന്ദനമഴയിലെ ചാരു ഉണ്ടായിരുന്നു. അപ്പോൾ ചാരുവിനെ നമ്മൾ എത്താറാകുമ്പം വിളിക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ചാരുവും ഡിംപിളും ഒന്നിച്ച് കയറാം. അവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി കമ്പനി വരുമെങ്കിലും ചാരുവും ഈ പറഞ്ഞ പോലെ കുറേ ബ്രേക്കിന് ശേഷമാണ് ആത്മയുടെ ഷോയ്ക്ക് വരുന്നത്, അല്ല മീറ്റിങ്ങിന് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ചമ്മൽ രണ്ടു പേർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു. കാരണം ഡിംപിളിൻ്റെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കഴിച്ചിട്ടാണ് പോയി. ഇനി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ കല്ലൂർ പള്ളിയിലെ തിരക്ക് കണ്ടു. എത്ര നാളായെന്നറിയാം അവിടെയൊക്കെ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് ചാരുവിനെ വിളിച്ച് പറഞ്ഞു. ചാരുവിനെ നിൽക്കുന്നു. പിന്നെ നമ്മൾ ആ ഒരു കോണ്ടാക്റ്റ് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ട യെല്ലോ ടീഷർട്ട് നമ്മുടെ ആ ചന്ദനമഴയിലെ ചേട്ടനാണ് കേട്ടോ, ഹീറോ ചേട്ടനാണ്. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോസ് എടുത്തെങ്കിലും നമ്മൾ വീഡിയോസ് ഇടാൻ പാടില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു. കാരണം ഓണർഷിപ്പ് വേറെ ചാനലിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഫോട്ടോസ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഇഷ്ടം പോലെ വീഡിയോസ് എടുത്തിരുന്നു. ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഞാൻ പേര് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ചന്ദനമഴയിലെ മെയിനാണ്. അപ്പോൾ ചേച്ചി കുറേ നേരം നിന്ന് വർത്താനം പറയുകയും നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയും അതുപോലെ ഇനിയും ഇതുപോലെ തന്നെ വരണം, മുന്നോട്ട് വരണം. നമ്മുടെ ഇത് ഹൃദയം സീരിയലിലെ ഫാദറിലോ ക്യാരക്ടർ ചെയ്യുന്ന ആളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആണ് ആണ് ആണ്. അങ്ങനെ ദേ ഓരോരുത്തരായിട്ട് വന്ന് സംസാരിക്കുകയാണ്. പിന്നെ നമ്മുടെ പാറു വന്നിട്ടുണ്ടായിരുന്നു. പാറുവിനോട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഇവരൊക്കെ കമ്പനിയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ റോസ്ലിൻ ആൻറ്റി, ഹരിശാന്ത് ഏട്ടൻ. റോസ്ലിൻ ആൻറ്റിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായത് നമ്മുടെ ഒരു മഞ്ഞുരുകും കാലം സീരിയലുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മനോജേട്ടനെ ഇവിടെ വെച്ച് കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ സംസാരിച്ചതേ അമ്മായിയമ്മയും മരുമോളും കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരുടെ സീരിയലിൽ അവരങ്ങനെയാണല്ലോ. അപ്പോൾ നിന്ന് സംസാരിക്കും, കുറേ പഴയ കാര്യങ്ങൾ പറഞ്ഞു. ഡോൺ ചേട്ടൻ എല്ലാവരോടും വളരെ സന്തോഷത്തോടെ മിണ്ടിയത് കേട്ടോ. ഇത് പൊന്നമ്മ ബാബു ആൻറ്റിയാണ്. നമ്മളെ അവിടെയും അവർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു, സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു കേട്ടോ. കാരണം നമ്മൾ മൈൻഡ് റിലാക്സ്ഡ് ആയി. കാരണം നമ്മൾ ഇത്രയും വർഷം നമ്മൾ വീർപ്പ് മുട്ടിയ കാര്യമാണ് നമ്മൾ ആ ഒരു സദസ്സിൽ ഇറക്കി വിട്ടത്. കാരണം നമ്മുടെ അടുത്ത ആൾക്കാർ ഇങ്ങോട്ട് വന്ന് മിണ്ടാണ്. കാരണം നമ്മളെ കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് പക്ഷെ നേരെ തിരിച്ച് നമ്മൾക്ക് വേണ്ടി വന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ അതങ്ങനെയായിരുന്നു, അതിങ്ങനെയായിരുന്നു, സാരില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി സന്തോഷം വരും. കരിച്ചേച്ചി ആയാലും ഒരുപാട് കാര്യങ്ങൾ ഡോൺ ചേട്ടനെ എന്താ പറയുക കൂളാക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സിന് പണ്ട് ഒരു മറ്റേ ട്രിവാൻഡ്രത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് ചേച്ചി എന്തോ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ.
പിന്നെ ഈ ചേട്ടനെ ഓർമ്മയുണ്ട്, നമ്മുടെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. അതിലെ ഒരു കോമഡി റോള് ചെയ്യുന്ന കപ്പിയാരായിട്ട് ചെയ്തിരുന്ന ഒരു ചേട്ടനാണ് കേട്ടോ. പിന്നെ ടെസ്നി ചേച്ചി ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ മനോജ് ചേട്ടനാണ് തിരിഞ്ഞ് നിൽക്കുന്നത്. ഡോൺ ചേട്ടൻ ഇവരെയൊക്കെ ശരിക്കും ഒരു 8 വർഷത്തിന് ശേഷം, അവരുടെ കല്യാണത്തിന് ശേഷം ഡോൺ ചേട്ടൻ ആരെയും തന്നെ മീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കേസും കൂട്ടവും ഒക്കെ ആയിട്ടൊന്നും ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഗഡികളാണ് കേട്ടോ. രഞ്ജിത്തേട്ടനും നമ്മുടെ ഓട്ടോഗ്രാഫ് രഞ്ജിത്ത് അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ. ആൾ ഇന്നലെ അയർലൻഡിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. നേരെ ഇങ്ങടാണ് കേട്ടോ വന്നത്. അപ്പോൾ ആളോട് കുറേ നേരം സംസാരിച്ചു. കാരണം ഇവർ ഭയങ്കര കമ്പനി ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മമ്മി പറഞ്ഞിരുന്നു ഇവരൊക്കെ വരും, അവരോടൊക്കെ സംസാരിക്കണം, അവർ മിണ്ടിയില്ലേ പോലും കയറി മിണ്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ആരോടും അങ്ങോട്ട് പോയി കയറി മിണ്ടേണ്ടി വന്നില്ല. എല്ലാവരും ഡോൺ ചായൻ്റെ അടുത്തും ഡിമ്പിളിൻ്റെ അടുത്തും വന്ന്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരാണ് കൂടുതൽ വരുന്നത്. നമ്മുടെ പ്രിയങ്ക ചേച്ചി, സീമാൻറ്റിയൊക്കെ ഈ ഒരു ഇവരുടെ ഒരു പ്രശ്നത്തിനുള്ള ഒരു വലിയൊരു സപ്പോർട്ടായിരുന്നു സീമാൻറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി. അവർ ഡോൺ ചാണ്ടിനെ ചേർത്ത് പിടിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എല്ലാവരെയും കണ്ടു. ഇനി കുറേ ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ എല്ലാവരെയും കണ്ടു, സംസാരിച്ചു. അങ്ങനെ ഇത് നമ്മുടെ എന്താ പറയുക, ഡോൺ ചാണ്ടിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം, നമ്മുടെ ഷാനുക്ക. എനിക്ക് ഷാനുക്കാനെ ഇത് ബിഗ് ബോസ് വന്നതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഷാനുക്കാനോട് ഫോട്ടോ എടുത്തു, കുറേ നേരം സംസാരിച്ചു. എനിക്ക് ഒരാളുടെ കൂടെ മാത്രമേ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പ്രിയം മറ്റേ മറ്റേ ചിക് ചിക് ചിറക് പാടിയ സിനിമയിലെ പാട്ട് പാടില്ലേ, മറ്റേ പ്രായം നമ്മി മോഹൻ, ആ പാട്ട് പാടിയ ചേട്ടനുണ്ടായിരുന്നു അവിടെ. പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഉമ്മച്ചേച്ചി ഉണ്ടായിരുന്നു. ഉമ്മച്ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് വിളിച്ചെങ്കിലും നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു എക്സ്പ്രഷൻ നമ്മുടെ സൗബ് ആണ് കേട്ടോ. സ്റ്റെയർ കേസ് കയറി വരുമ്പം എന്നെ കണ്ടിട്ടുള്ള ഒരു എക്സ്പ്രഷനാണത്. പിന്നെ അതേ പാറു എടുത്ത വീഡിയോ ആണ്. പക്ഷെ ഇതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. കാരണം കുറേ നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ ചാനലിനൊരു പ്രശ്നം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫോട്ടോസ് മാത്രം യൂസ് ചെയ്യാം, അല്ലാണ്ട് മോഷൻ അതായത് വീഡിയോസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ ബീന ചേച്ചിയുണ്ട്, ബീന ആൻ്റണി. പിന്നെ അത് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ ട്രിം ചെയ്തെടുത്താണ്. ഈ ഒരു ഡ്രസ്സിന് ഇന്നലെ കിട്ടിയ കോംപ്ലിമെൻറ്റിന് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മേക്കപ്പ് നന്നായിരുന്നു, ലിപ്സ്റ്റിക്ക് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ എൻ്റെ ലിങ്കൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടാവേ. അവിടെ ചെന്നപ്പോൾ വേറെ കുറേ പേര് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ സെയിം ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആർട്ടിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. ഒരുപാട് ഭാരം ഇറക്കി വെച്ച ദിവസം, കാണാൻ ആഗ്രഹിച്ച ആൾക്കാരെ കണ്ട ദിവസമായിരുന്നു. കാണണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് കാണാൻ പറ്റി. അതൊക്കെ ഒരുപാട് ഒരുപാട് മനസ്സിൽ കുറിച്ച് വെച്ച കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റി. അല്ലെങ്കിൽ നമുക്ക് ഭാരമായിട്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒഴിവായപ്പോൾ ഭയങ്കര സന്തോഷം ആയെന്ന് വേണം പറയാൻ. ഇപ്പോൾ പോയിട്ട് വന്നിട്ട് നല്ല കോൾഡ് അടിച്ചു കേട്ടോ. നല്ല കോൾഡ്, നല്ല പനിയാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല ടെമ്പറേച്ചർ ആയിരുന്നു, തണുപ്പ്. ഞാൻ ഇരുന്നതെല്ലാം സിയുടെ അടിയിലായിരുന്നു. അപ്പോൾ എനിക്കത് ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ തന്നെ ഒരു ചുമ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അതൊരു സിവിയർ സിറ്റുവേഷനിലേക്ക് പോയി എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ എന്താ പറയുക, നല്ലൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് ഇന്നലെ അവിടെ സംസാരിക്കാനും കാണാനും ഒക്കെ പറ്റിയതിന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്നോട് വ്ളോഗ് കാണാറുണ്ട്, ഡിവൈൻ അല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. കാരണം എന്നെ അറിയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഡിവൈൻ അല്ലേ, മക്കൾക്ക് സുഖമാണോ, തോവിന് സുഖമാണോ, ചാക്കോന് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ കുറേ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആരാന്ന് എനിക്കറിയാം അല്ലേ. ഞാൻ ഒരു ജസ്റ്റ് ഒരു യൂട്യൂബർ മാത്രമാണ്. പക്ഷെ എന്നെ ആരാണ് അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് എനിക്ക് അതിൻ്റെ ഹാമ്പറൊക്കെ തന്നു, ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടെ ഒട്ടുമിക്ക പേരും നമ്മുടെ ബ്ലോഗ് ഫോളോ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ ഒരിക്കലും വിചാരിച്ചു ആർട്ടിസ്റ്റുകളൊക്കെ നമ്മുടെ വ്ളോഗിരുന്ന് കാണും അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരും ഭയങ്കര ഇഷ്ടമാവും എന്നൊന്നും നമ്മൾ വിചാരിക്കണില്ലല്ലോ. നമ്മൾ സ്ഥിരം കോണ്ടാക്ട് ചെയ്ത കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ പോലും നമ്മൾ കാണാത്ത കുറേ പേരുണ്ടായിരുന്നു. ഞാൻ ആരും കാണാത്ത കുറേ പേരുണ്ടായിരുന്നു. അവരെയൊക്കെ കാണാൻ പറ്റി. മക്കളുടെ കാര്യം ചോദിച്ചപ്പോഴൊക്കെ ഒരുപാട് സന്തോഷമായി. ഇനി ഇങ്ങനെ മാറി നിൽക്കരുത്, എപ്പോൾ എല്ലാത്തിനും പറഞ്ഞു. ഡോൺ ചേട്ടനോടാണ്, എന്നോടല്ല. ഡോൺ ചേട്ടനോട് പറഞ്ഞാൽ നീ ഇങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ നീ ഒരു ആൺകുട്ടിയല്ലേ, ഇങ്ങനെ എന്തിനാ മാറി നിൽക്കണേ, നീ പഴയതുപോലെ ആക്റ്റീവ് ആവ്, നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, അതൊക്കെ പറഞ്ഞിട്ട്
ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തപ്പോൾ ഡോൺ ചേട്ടന് സന്തോഷമായി, എനിക്ക് സന്തോഷമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായി. പറഞ്ഞില്ല, ഒരുപാട് ടെൻഷൻസ് ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത് എന്താകും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഓപ്പോസിറ്റ് ആണ് വന്നത്. അതിൽ ഒരു ഒരു 400 പേര് വന്നെന്ന് വിചാരിച്ചു. അതിലൊരു 398 പേര് നമ്മളോട് വേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു 2 പേര് മാത്രമേ നമ്മളോട് വിടാതെ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എനിവേ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കാണാൻ ആഗ്രഹിച്ച വ്യക്തികളെ ഞാൻ കണ്ടു കേട്ടോ. ഞാൻ ഒരുപാട് ഒരു പ്രാവശ്യമെങ്കിലും കാണണം, ഒന്ന് മിണ്ടണം എന്നൊക്കെ വിചാരിച്ച 2-3 പേരെ ഞാൻ കണ്ടു. സംസാരിച്ചു, ചിരിക്കാൻ പറ്റി, മിണ്ടാൻ പറ്റി. ചിലർ മിണ്ടി, ചിലർ മിണ്ടിയില്ല. അങ്ങനെ ഒരു ഇതില് പോയത് കേട്ടോ. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടി കേട്ടോ. പോണോ വേണ്ടെന്ന് ഒരുപാട് ആലോചിച്ചിട്ട് ലാസ്റ്റ് ഉണ്ടായ ഒരു ഒരു മൈൻഡ് സെറ്റിലൊക്കെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് വീഡിയോസ് ഞാൻ എടുത്തെങ്കിലും പിന്നീടാണ് അവർ പറയുന്നത് വീഡിയോസ് ഇടാൻ പറ്റില്ല, അവർക്ക് വേറൊരു ചാനലിൽ അവർ ഓണർഷിപ്പ് കൊടുത്തിരിക്കുക എന്നുള്ളത്. അതായത് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. ഫോട്ടോസ് എല്ലാവരും വന്നിട്ട് ഇടുന്നത് ഞാൻ കണ്ടു. ഫോട്ടോസ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു, അല്ലാണ്ട് ഫോട്ടോസ് എടുത്തൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം അവരുടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ചോദിച്ചിരുന്നു. അപ്പം അതിൻ്റെ ചാനൽ ഓണർ പറഞ്ഞു വീഡിയോ മാത്രം ഇടാതിരുന്നാൽ മതി, വീഡിയോസ് ആണെങ്കിൽ സ്റ്റോറി ഒക്കെ ആയിട്ട് ഇട്ടോ, അല്ലാണ്ട് വേറെ ചാനൽ ബേസിലൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവന് അതിനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഫോട്ടോസ് ഉണ്ടല്ലോ അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. അമ്മ ഇന്ന് വീർപ്പ് മുട്ടി നിൽക്കുകയാണ് പോവാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ, അമ്മ പോകണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി. അമ്മ പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.